ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ വെടിനിർത്തൽ നടന്നുവെന്നും നടന്നില്ലെന്നും ആണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഈജിപ്തിലെ ഷറം ഷെയ്ഖിൽ രാഷ്ട്രത്തലവന്മാരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു സുഖവാസം പോലെ ഒരു ദിവസം ചെന്ന് കാർണിവൽ കൊണ്ടാടി എന്നുള്ളത് ശരിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഈ വെടിനിർത്തൽ പോലും ഫലപ്രദമല്ല എന്നുള്ളത്. ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ തമ്മിലാണ് വെടിനിർത്തേണ്ടത്? ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നിർത്തേണ്ട വെടിക്ക് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സ്വന്തം നാട്ടിൽ പോയി ട്രംപ് വിളിച്ചിട്ട് പോലും പോയിട്ടില്ല. നെതന്യാഹു ഇല്ല. അപ്പുറത്ത് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരാണെങ്കിൽ കുറേ എണ്ണം ഖത്തറിൽ വെച്ച് തീർന്നു. നെതന്യാഹു ഉണ്ടെങ്കിലും ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് വിമാനം പകുതി ദൂരമായപ്പോൾ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ്, പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കരാർ? എന്താണ് ഇപ്പോൾ കരാറിൻ്റെ അടിത്തറ? എന്തായാലും ഇപ്പോൾ കേൾക്കുന്നത് ആകെ വന്ന ഒരു ഡെവലപ്മെൻറ്റ് കണ്ടത് ഈ ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ്. 20 ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചപ്പോൾ 2000 ഫലസ്തീനി ബന്ദികളെയും വിട്ടയച്ചിട്ടുണ്ട്. ആ 2000-ൽ 200-ലേറെ ഈ ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് താനും. അവർക്ക് നിരായുധീകരിക്കാൻ വകുപ്പില്ല. അവർ തിരിച്ച് ഈ ഗസയുടെ അധികാരമേൽക്കാൻ പോകുന്നു ഒരു ഭാഗത്ത്. ഇനി ഈ വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ച ബന്ദികളുണ്ടല്ലോ, ജീവനോടെയോ അല്ലാതെയോ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജീവനോടെ 20 പേരെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഡെഡ് ബോഡി ആയിട്ട് കൊടുക്കേണ്ട 18-19 പേരെ അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുക്കാൻ അവരുടെ കയ്യിൽ ഡെഡ് ബോഡി ഇല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്? അതാണ്, കൊടുക്കാനായിട്ട് ഇപ്പോൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ജഡം ഹമാസിൻ്റെ കയ്യിലില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് ഹമാസ് പറയുന്നു. ആദ്യം കൊടുത്ത 4 ജഡം ഉണ്ടല്ലോ ഇസ്രയേലിന്, ആ ജഡത്തിൽ ഒരെണ്ണം ബന്ദിയുടേതല്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഏതൊരു ഹമാസുകാരൻ്റെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ എണ്ണം തേക്കാൻ. അതെ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മറ്റേ ജഡം അല്ലേ ഉണ്ട് എന്ന് കരുതിയിരുന്നതിൻ്റെ അകത്ത് ആകെ കൊടുത്തിരിക്കുന്നത് 10 എണ്ണമാണ്. ആ 10 എണ്ണത്തിൽ ഒരെണ്ണം ഫേക്കാണ്, മറ്റേ ബന്ദിയുടേതല്ല എന്ന് പറഞ്ഞു. മൊത്തം 19 എണ്ണം ബാക്കി. അപ്പോൾ 19 എണ്ണം ഇനി ജഡം കിട്ടാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഹമാസ് പറയുന്നത് വല്ല അവശിഷ്ടങ്ങളുണ്ടല്ലോ കെട്ടിടത്തിൻ്റെ ഒക്കെ ഇസ്രയേലൊക്കെ തകർത്ത്, ഇതിൻ്റെയൊക്കെ അടിയിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങളൊക്കെ തരികയാണെങ്കിൽ ഞങ്ങളൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന മട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ 26, 24 ഒക്കെ ജഡങ്ങളുണ്ട് എന്ന് ഹമാസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അത് കിട്ടിയില്ല എങ്കിൽ യുദ്ധം തുടരും. ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയത് മുഴുവൻ കൊടുത്തു എന്നും പറഞ്ഞു. ആകെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ 9 ജഡമാണ് കൊടുത്തിരിക്കുന്നത്. 28 എണ്ണം എടുത്ത് 19 എണ്ണം ഹമാസിൻ്റെ കയ്യിൽ ഇല്ല. ബന്ദികളായിട്ട് പിടിച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു, പക്ഷെ ജഡം പോലും സൂക്ഷിച്ചിട്ടില്ല, കയ്യിലില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ യുദ്ധം തുടരാനാണ് സാധ്യത. അപ്പോൾ ഈ ഹമാസ് ബന്ദികളെ വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ വിലപേശലിൽ ജീവനുള്ള ബന്ദികളെ കിട്ടണം എന്ന് ഇസ്രയേലിനും നിർബന്ധമുണ്ടായിരുന്നു. ആ 20 കിട്ടിയല്ലോ. മറ്റേത് ജഡം എന്ന് പറഞ്ഞത് ജഡം കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെ ഒരു അന്തസ്സോടുകൂടി ഒരു സംസ്കാരം നടത്താമെന്നല്ലേ ഉള്ളൂ. അവശിഷ്ടം കിട്ടിയാൽ അതിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി. അപ്പോൾ അതോടുകൂടി ഇനി കയറി അടിക്കുക എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇനി അതുകൊണ്ട് ജഡം കിട്ടാത്തത് കൊണ്ട് ഇസ്രയേൽ പറഞ്ഞു, ഇനി ഞങ്ങൾ പറഞ്ഞ ഈ ജീവകാരുണ്യം, അതായത് സഹായം, എയ്ഡ് ഇല്ലേ, അങ്ങോട്ട് കൊടുക്കുന്ന മരുന്ന്, ഭക്ഷണം, ഇത് ഞങ്ങൾ പകുതിയാക്കി കുറയ്ക്കും. 1. 2, ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി അത് ഞങ്ങൾ തുറക്കില്ല. ഈ 2 ഉപാധികൾ പുതിയതായിട്ട് ഇപ്പൊ ഇസ്രയേൽ വച്ചിരിക്കുന്നു. ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി തുറക്കുന്നുള്ളതും എയ്ഡ് അതിന് മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുള്ളതും ട്രംപിന്റെ 20 പരിപാടിയിൽ പറഞ്ഞ പദ്ധതിയിൽ അത് രണ്ടും ഇസ്രയേൽ പിൻവലിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടമായിട്ട് പറഞ്ഞത് 20 ജീവിച്ചിരിക്കുന്ന ആളുകളെ വിടും, ബന്ദികളെ, ജഡങ്ങളും വിട്ടുകൊടുക്കുന്നുള്ളതായിരുന്നു. തിങ്കളാഴ്ച 20 പേരെ ജീവനുള്ളവരെ വിട്ടു. അതിൽ ആ ഹിന്ദു ബിബിൻ ഉണ്ടായിരുന്നില്ല.
ഇല്ല അല്ലേ? ഇല്ല, അയാളില്ല. അയാള് കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയാളുടെ ജഡവും കിട്ടിയിട്ടുമില്ല. ജീവനുള്ള കൂട്ടത്തിൽ അയാളില്ല, ബിപിനില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ പിടിച്ച ഏക ഹിന്ദു ഇല്ല. അയാളുടെ കൂട്ടത്തിൽ 10-11 കൂട്ടുകാരെ കൊന്നിട്ടുണ്ട്. അവര് നേപ്പാളിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് സംശയമുണ്ട്. അപ്പോൾ ഹമാസ് ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മാർക്സിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ആ ഹിന്ദുക്കൾക്ക് കുറച്ച് വീണ്ടും വിചാരമാകാം. ഈ മറ്റേ 18 പേരുകൾ ഗാസ അല്ല 1800 പേരുകളോ ഗാസയിലെ ഇന്തിഫദ, ഹമാസിന് വേണ്ടി വാദിക്കല്, ഇതൊക്കെ നടത്തുന്നവര് ഹമാസ് കുറച്ച് ഹിന്ദുക്കളെയും കൂടി അവിടെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് മാർക്സിസ്റ്റുകളായ ഹിന്ദുക്കളായ മാർക്സിസ്റ്റുകാർക്ക് മാത്രമല്ല സാർ, ഇത് എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമാണ്. ഈ ഹമാസ് ഉൾപ്പെടെയുള്ള ഈ ആഗോള ഇസ്ലാമിക ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ 1 അമേരിക്കയാണ്, 2 ഇസ്രായേലാണ്, 3ാമത് ഇന്ത്യയാണ്. നമ്മൾ ഈ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഇവിടെ ഇരുന്നിട്ട് ഇന്തിഫാദക്കും ഹമാസിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ടല്ലോ, ഓർക്കാഞ്ഞിട്ടാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം 1, 2, 3 ആണ്. എപ്പോൾ വരും നമ്മുടെ നേരെ നോക്കിയാൽ മതി. നമ്മളൊരു ചെറിയ പ്രകോപനം ഉണ്ടാക്കി നോക്കട്ടെ, അപ്പോൾ കാണാം. അതാണല്ലോ ഈ പൊട്ടിത്തെറിക്കുന്നത്. ഇപ്പോൾ സൗകര്യം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ പാർലമെന്റിലും ഇതൊക്കെ ഒരു ആത്മാവാണല്ലോ ഈ ബിപിൻ 10-12 പേരുടെ കൂടെ നിൽക്കുന്നു. ബിപിന്റെയും കൂട്ടരുടെയൊക്കെ നേരെ എറിഞ്ഞ ഗ്രനേഡുകളിൽ 1 പിടിച്ചിട്ട് ബിപിൻ തിരിച്ച് ഹമാസുകാരുടെ നേരെ എറിഞ്ഞു. പക്ഷേ ബിപിന്റെ കൂടെ ഉണ്ടായിരുന്ന 11 പേര് ഇവർ വെടിവെച്ചു കൊന്നുണ്ട്. അത് നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ലേൺ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ പദ്ധതിക്ക് പോയിട്ട് ഇവര് കൃഷിയിടത്തിൽ ജോലി ചെയ്യായിരുന്നേ. അപ്പൊ ഇവന്റെ കൂട്ടുകാരായ നേപ്പാളി ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നുണ്ട്. അതാണ്. അപ്പോ ഇതിൻ്റെ അകത്ത് തിങ്കളാഴ്ച 20 പേരെ ജീവനുള്ളവരെ വിട്ടു. അത് കഴിഞ്ഞ് 4 ജഡം കൊടുത്തു. അതിൽ ബിപിൻ ജോഷിയുടേത് എന്നും പറഞ്ഞൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിലാണ് സംശയം എന്ന് തോന്നുന്നു. ചൊവ്വാഴ്ച 4 ജഡം കൂടി കൊടുത്തു. അപ്പോൾ 8. അത് ടെൽ അവീവിലെ അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ തിരിച്ചറിയണമല്ലോ, DNA ഒക്കെ നോക്കി. അതുകൊണ്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാകാൻ 2 ദിവസമൊക്കെ എടുക്കും. ബുധനാഴ്ച 4 ജഡം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് 2 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഇതോടുകൂടി തീർന്നു. 4, 8, 2 തീർന്നു 10. അപ്പോൾ റെഡ് ക്രോസ് പറയുക, ജഡം കിട്ടാൻ ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരും. അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് ഇത് എടുക്കൽ പറഞ്ഞ സമയത്ത് നടക്കില്ല. ജീവിച്ചിരിക്കുന്നവർ വിടുന്നതിനേക്കാൾ പ്രയാസമാണ് ജഡങ്ങൾ കണ്ടെത്താൻ എന്ന് റെഡ് ക്രോസ് പറയുക. അപ്പോൾ ഇനി ആഴ്ചകൾ തന്നെ വേണ്ടി വന്നു എന്ന് വരാം. റെഡ് ക്രോസ് 23 സ്റ്റാഫിനെ കൂടി കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ബോഡി ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. റെഫ്രിജറേറ്റഡ് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജഡങ്ങൾ കണ്ടെത്താൻ IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേൽ പട്ടാളം കർമ്മസേനയ്ക്കൊപ്പം നിൽക്കണം എന്ന് CNN ആരോ പറഞ്ഞ് കാണുന്നു. അതെങ്ങനെയാണ് ഇസ്രായേൽ സേന പോയി ഇതിനു വേണ്ടിയൊക്കെ നിൽക്കുന്നത്? അപ്പോൾ ഹോസ്റ്റേജസ് ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന, ഹോസ്റ്റേജസ് ഫാമിലി ഫോറം എന്ന് പറഞ്ഞ ഇസ്രായേലില് സംഘടനയുണ്ട്. അവർ പറഞ്ഞു ഇതുവരെയുള്ള കരാറുകളുടെ ലംഘനമാണ് ജഡങ്ങളില്ല എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞിട്ടുണ്ട് ഇത് ലംഘനമാണ്, കരാറുകളുടെ ലംഘനമാണ്. കരാറിൽ ഒപ്പിടുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കുമെന്ന് പറഞ്ഞാണ്, അതില്ല. അപ്പോൾ ചൊവ്വാഴ്ച ഇസ്രായേൽ പറഞ്ഞു റഫ അതിർത്തി ഞങ്ങൾ തുറക്കില്ല, സഹായമായിട്ട് എല്ലാ ദിവസവും 600 ട്രക്ക് അയക്കാമെന്ന് പറഞ്ഞത് ഇനി 300 ട്രക്ക് അയക്കുള്ളൂ. രക്ഷാസമിതിക്ക് ഇസ്രായേൽ കത്തും അയച്ചു, ഞങ്ങളിനി ഇന്ധനം അങ്ങോട്ട് അയക്കില്ല. ഇസ്രായേൽ ഹമാസിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കും എന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജഡങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോ എന്ന് ഇസ്രായേലിനോട് ട്രംപ് പറയുന്ന ഒരവസ്ഥ. കാരണം ട്രംപ് പറഞ്ഞ 20 പരിപാടി ഹമാസ്
പാലിച്ചില്ല. പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിന് അത് ലംഘിക്കാനുള്ള കാരണവുമായി വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഈ ട്രൂസ് എന്ന് പറയുന്ന നാടകം പ്രഹസനമായി തീരുന്നു എന്നൊരിക്കൽ കൂടി വെളിവായി. അല്ലെങ്കിൽ തന്നെ ഈ കരാറ് കൊണ്ട് എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മൂന്നാം കക്ഷികളാണ് കരാറുണ്ടാക്കുന്നത്. രണ്ട് കക്ഷികൾ, ഞാനും സാറും തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ ഞാനും ഒപ്പിടുന്നില്ല, സാറും ഒപ്പിടുന്നില്ല. നോക്കി നിൽക്കുന്നവർ ഒപ്പിടുന്ന കരാറാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഹമാസ് ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് നെതന്യാഹു ഉണ്ടെങ്കിൽ ഞാൻ വരില്ല, ഇപ്പൊ വിമാനത്തിൽ തിരിച്ചു പോകുന്ന ഈജിപ്ത് പ്രസിഡന്റ്. എന്തൊരു കഷ്ടമാണ്. അപ്പൊ പകുതിക്ക് പുറപ്പെട്ട് നെതന്യാഹു തിരിച്ചു പോവുമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. അത് പോയി പൗതി വെച്ച് മടങ്ങിയതാണ്. അങ്ങനെയാവാം. എന്തായാലും നെതന്യാഹു ചെന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം ആലോചിച്ച് നോക്കൂ. വെടിനിർത്താൻ തീരുമാനിച്ചാൽ ആദ്യം തീരുമാനിക്കേണ്ട എന്താ? സൈനിക പിന്മാറ്റത്തിന് ഒരു ടൈം ലൈൻ ഉണ്ടാക്കണം. എത്ര ഘട്ടം ഘട്ടമായി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോകാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെയാണല്ലോ, ഓരോ ടൈം വെച്ചുകൊണ്ട്. ഇവരെന്ന് പിന്മാറും തീരുമാനിച്ചിട്ടില്ല. ഇനി റഫേൽ ഈ പറഞ്ഞ ഗസയിലേക്ക് ആവേശപൂർവ്വം നിലവിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന പഴയ ഓടിപ്പോയ നാട്ടുകാരുണ്ടല്ലോ, അവർ തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്? ഇസ്രായേൽ സൈന്യത്തെ തന്നെയാണ് അവർ കാണുന്നത്. ഇവർ വീണ്ടും പ്രകോപിതരാകും. വേറൊന്ന്, ഈ ഗസയിലേക്ക് ഹമാസ് തീവ്രവാദികൾ തിരിച്ചു വരികയാണ്. ജയിലിൽ നിന്ന് പുറത്തുവിട്ടവരിലും ഒരു ശതമാനം അവരാണല്ലോ. അവർ തിരിച്ചു വന്നാൽ അവർ തന്നെ വീണ്ടും ഇതിൻ്റെ അധികാരം ഏൽക്കാൻ പോവുകയാണ്. അവർക്ക് അധികാരം കൊടുക്കരുതെന്നില്ല. അവരെ നിരായുധീകരിക്കാനുള്ള ഇനി ജഡങ്ങൾ കിട്ടില്ലെങ്കിൽ മറ്റേ പലസ്തീൻ തടവുകാർ ഇസ്രായേൽ വിട്ടുകൊടുക്കുകയില്ലല്ലോ. അവർക്ക് ഒട്ടും വിട്ടുകൊടുക്കില്ല. പിന്നെ ഒരു കാര്യം ശരിയാണ്, അപ്പോൾ അവർ ആ പറയുന്നതിൽ അതിനൊക്കെ കാലേക്കൂട്ടിൽ പരിഹാരം കാണണമായിരുന്നു. കാരണം ഒരു പക്ഷേ ഇവർ ബന്ദികളുടെ ഡെഡ് ബോഡി സൂക്ഷിച്ച കെട്ടിടങ്ങൾ പോലും തകർന്നു പോയിട്ടുണ്ടാവും. ബോംബാക്രമണത്തിൽ, ഷെല്ലാക്രമണത്തിൽ അതുപോലെ തകർന്നു പോകുമല്ലോ. അങ്ങനെ വന്നാൽ എന്ത് എന്ന് കണ്ടീഷനിൽ ആലോചിക്കണമായിരുന്നു. വേറൊന്ന്, ഈ വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു എന്താ പറയുക, സമാധാന കരാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? പുനർനിർമ്മാണം എങ്ങനെ നിർമ്മിക്കും? പക്ഷേ ഇപ്പോൾ ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണെന്നറിയോ? പലസ്തീനുകളെ ഹമാസ് വെടിവെച്ച് കൊല്ലുന്നു, ഒത്തുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് തിരിച്ചുകൊണ്ടെന്ന് പറയുന്നു. നിങ്ങളാണ് ഈ നാട് മുടിച്ചത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഒരു ഗോത്രമുണ്ട്, ഒരു കുടുംബം 10-500 പേരൊക്കെ ഉള്ള ആ കുടുംബവും ഹമാസും തമ്മിൽ അടിയാണ് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം വരാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ഈ തിരിച്ചു വന്ന ആളുകൾക്ക്, ഗസയിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? അവർക്ക് വീട് വേണം, അവർക്ക് കുടിവെള്ളം വേണം, അവർക്ക് മരുന്ന് വേണം, ആശുപത്രി വേണം, ഭക്ഷണം വേണം. ഇതിനൊന്നും യാതൊരു സമയത്ത് ആര് നിർമ്മിക്കും? റീകൺസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ ആരുടെ ബാധ്യതയാണ്? ആരാണ് പണം കൊടുക്കുക? ആരാണിത് കോർഡിനേറ്റ് ചെയ്യുക? ഒന്നിനും യാതൊരു ധാരണയുമില്ലാത്ത തീർത്തും അവ്യക്തമായ ഒരു പ്രഹസന കടലാസാണ് ഒപ്പിട്ടത്. തീർച്ചയായിട്ടും അതിപ്പോൾ ആദ്യം കിട്ടിയ ചാൻസിൽ ഇസ്രായേൽ അത് ലംഘിക്കാൻ അവർക്ക് ന്യായമായ കാരണം കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ട്രംപിന് ഈ പറഞ്ഞ മാതിരി ട്രംപ് ലോകത്തെ തന്നെ ഒരിക്കൽ കൂടി പറ്റിക്കാനുണ്ടായത് എന്ന് തിരിച്ചറിയാൻ ഇതൊരു നിമിത്തമായി എന്നേ ഉള്ളൂ. അദ്ദേഹം പറ്റിക്കൽ തുടരും. അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നോബൽ പ്രൈസ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാർലമെൻറ്റ് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ, നെതന്യാഹുവിനെ കൂട്ടാൻ വേണ്ടി ചെന്നപ്പോൾ അവരും നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചില്ല. 25 എന്തായാലും കൊടുത്തില്ല. ആ പാർലമെന്റിൽ ഒരു മാർക്സിസ്റ്റ് ട്രംപിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതെങ്കിലും നടന്നു, ഒരാളെങ്കിലും പ്രതിഷേധിച്ചല്ലോ, നന്നായി. എന്തായാലും 2026 നോബൽ പ്രൈസ് എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാധു ഈ നാടകം മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഗസ വീണ്ടും കത്തിയാളുന്നതും ഇസ്രായേൽ ആക്രമണം തുടരുന്നതും നമുക്ക് കാണേണ്ടി വരുന്നു. ആ സമയമാകുമ്പോൾ നൊബേൽ സമാധാന കമ്മിറ്റി വേറൊരു മച്ചാടോയെ കണ്ടുപിടിച്ചോളും. വിഷമിക്കണ്ട. തീർച്ചയായിട്ടും അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ ദയനീയമാണ് ഗസയിലെ കാര്യങ്ങൾ. ഈ നാടകങ്ങൾക്കൊടുവിൽ കണ്ണീര് മാത്രം ബാക്കിയാവുന്നു, നിലവിളികൾ മാത്രം ആകാശത്ത് ബാക്കിയാവുന്നു എന്നതാണ് അവിടുത്തെ ഒരു ചിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.